ഹായ് പാറപ്പടിയുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് തുണികൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തുണികൾ കഴുകിയിട്ട് അടുക്കളയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് ശേഷം ഞാൻ ചാമ്പര കടക്കി പോയി നിന്നിട്ട് ചാമ്പ ഒന്ന് കുളിക്കുക, വെള്ളമൊക്കെ ഒന്ന് തലയിലാക്കിയപ്പോൾ ഒരു മനസ്സുഖം. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി പൊടി ഇട്ട് അതിലേക്ക് ഉപ്പിട്ട് ആദ്യം മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഞാൻ അത് മിക്സ് ചെയ്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് അത് ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇന്ന് ചപ്പാത്തി മേക്കറിലാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. അപ്പോൾ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കാൻ നല്ലത് ശരിക്കും പറയാൻ വെച്ചാൽ പൂരിയാണ്. പിന്നെ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് വെളിച്ചെണ്ണ തടവിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. ബീഫ്, ചുവന്നുള്ളിയും, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചൊന്ന് കുക്കറിലിട്ടു. ചപ്പാത്തി മേക്കറിൽ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ വട്ടാണ് വരാം. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ സിൽവർ ആ വട്ടല്ലേ അവിടെ നമ്മൾ തൂവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി നൈസായിട്ടും അതുപോലെ തന്നെ വലിപ്പത്തിൽ നമുക്ക് ചപ്പാത്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ലെയറൊക്കെ ആയിട്ട് കിട്ടി. പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത ബീഫിലേക്ക് കുറച്ച് പോർക്കരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോർക്കരിച്ചെടുത്ത് ഇട്ടു അതിലേക്ക്. എന്നിട്ട് ഒരു 2-3 വിസിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം ചീഞ്ചാട്ടി വെച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാതും കൂടി ചതച്ചിട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് മൂത്തപ്പോൾ കുക്കറിലത്തെ ഈ ബീഫും പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ചത് ഇട്ടിട്ട് കാച്ചിയിട്ട് പിന്നെ ഞാൻ കാപ്പി കുടിക്കായിരുന്നു. അപ്പോൾ മമ്മി വന്നിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കാപ്പി കുടി കഴിയുമ്പോഴേക്കും കുഞ്ഞും വന്നിരുന്നു. കുഞ്ഞും ഒരു ഹായൊക്കെ തൊട്ട് എപ്പോഴും കാപ്പി കുടിക്കുന്ന സമയത്ത് മൊബൈൽ ഓൺ ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ.